ഹായ് ബുദ്ധിമുട്ടിലേക്ക് ചേർന്നത് ഇവിടെ ഹയർത്തിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കുറച്ച് മണ്ടന്മാര് ഹയർ ചോളികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് സെപ്റ്റംബറിൽ അല്ല ഒക്ടോബറിൽ കമ്പനി തിരിച്ചു വരും, പിന്നെ പൂളിംഗം സിർസിറ എന്ന് വരുമെന്നാണ് കുറച്ച് ഹയർ ചോളികൾ വിശ്വസിക്കുന്നത്. എന്നാൽ അവരോട് ഒറ്റൊരു കാര്യമേ പറയാനുള്ളൂ, കമ്പനി ഇനി തിരിച്ചു വരുകയില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഈ മാസം ഇനി ഹൈറേഞ്ചിൻ്റെ ഹൈക്കോടതിയിലെ കേസ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇനി വെറും 3 ദിവസം മാത്രമാണ് ഈ മാസം കോടതിയുള്ളത്. 27-ാം തീയതിയും 29, 30 ഈ 3 ദിവസങ്ങളിൽ മാത്രമേ കോടതിയുള്ളൂ. അപ്പോൾ ആഗസ്റ്റ് 27, 29, 30 തീയതികളിൽ മാത്രമാണ് കോടതിയുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഇന്നത്തെ മാറ്റിവെച്ച കേസ് എന്തായാലും ആ ദിവസങ്ങളിൽ വരാൻ വളരെ സാധ്യത കുറവാണ്. അപ്പോൾ പിന്നെ അടുത്ത മാസത്തെ കാര്യം പറയുകയാണെങ്കിൽ അടുത്ത മാസം ഓണമാണ്. അപ്പോൾ 14 മുതൽ 22-ാം തീയതി വരെ ഓണം വെക്കേഷനാണ്. അപ്പോൾ വെറും 3 ആഴ്ച മാത്രമാണ് അടുത്ത മാസം കോടതിയുള്ളത്. അപ്പോൾ പല കേസുകളും ആൾറെഡി ഇപ്പോൾ സെപ്റ്റംബറിൻ്റെ ആദ്യ വാരത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ 2ാമത്തെ വാരം മാത്രമാണ് ഇനിയിപ്പം നീട്ടിവെക്കാനുള്ള വാക്കൻസി ഉള്ളത്. 9-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ആഴ്ചയോ 2ാമത്തെ ആഴ്ചയോ 4ാമത്തെ ആഴ്ചയോ എന്തെങ്കിലും ഒരു കേസ് നീട്ടിവെച്ചാൽ തന്നെ അതിൽ തീരുമാനമാവാൻ വളരെ സാധ്യത കുറവാണ്. അപ്പോൾ പറയുന്നത് എന്തായാലും ഒക്ടോബർ ഇവർ നീട്ടിവെക്കുന്നതാണ്. വാദിക്കുന്നില്ല എങ്കിൽ ഒക്ടോബർ വരെ കേസ് പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് വന്നാലും ഒക്ടോബറിൽ പിന്നെ ഇപ്പം സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ കേസ് എത്രയും വേണമെന്ന് തീർക്കാൻ പറ്റും. ഇവരുടെ ഈ നീട്ടിവെക്കലിനെയൊക്കെ ഒപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസ് അന്ന് അവിടെ തീരും. വാദിക്കടാ, നീയൊക്കെ കേസ് കൊടുത്തിട്ട് വാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരും. ഇപ്പോൾ ഇവർ നീട്ടി വെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എന്തായാലും കേസ് ഇവരിങ്ങനെ നീട്ടി വെക്കുന്നതാണെങ്കിൽ ഒക്ടോബറും കഴിഞ്ഞ് നവംബറും കഴിഞ്ഞ് നമ്മുടെ 1-ാം വാർഷികം പൂട്ടലിൻ്റെ കലക്ടർ ഫ്രീസ് ചെയ്തതിൻ്റെ 1-ാം വാർഷികത്തിലും കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ആശ്വാസമായിട്ടുള്ളത് EDയുടെ കേസാണ്. EDയുടെ കേസ് അടുത്ത മാസത്തോടുകൂടി, ഈ മാസം കുറ്റപത്രം സമർപ്പിക്കും, അടുത്ത മാസത്തോടുകൂടി പരാതിക്കാർക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്, എന്തിനാണ് നിങ്ങളിങ്ങനെ പറയുന്നത്, അടുത്ത മാസം പൈസ കൊടുക്കുന്നതൊക്കെ എന്തിനാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ നിങ്ങളെ പിന്നെ വഞ്ചിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹയർ ചോളികൾ ചെയ്യുന്നത് പോലെയല്ല. നമ്മുടെ കൃത്യമായ നിയമോപദേശം, അത് നമുക്ക് കിട്ടിയിരിക്കുന്ന സോഴ്സിൽ നിന്നൊക്കെ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് അടുത്ത മാസം അതിൻ്റെ രേഖകളൊക്കെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമാവും. അപ്പോൾ FIR ഇട്ടവർക്ക് മാത്രമാണ് എന്തെങ്കിലും ആശ്വാസം കോടതിയിൽ നിന്ന് ലഭിക്കുക എന്ന് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ബൈ.